ഹായ് കൂട്ടുകാരെ, ഇന്നൊരു മസാല ബിസ്ക്കറ്റിന്റെ റെസിപ്പിയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മസാല ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഓവനിലാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമന്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ്. ഇനി ഒരു 1/4 കപ്പോടെ വേണ്ടി വരും. നമുക്കത് കുഴയ്ക്കുമ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ എത്രയാണെന്ന് അന്നേരം പറയാവേ. ഇപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള, കറുത്ത എള്ള. അത് നിങ്ങൾക്ക് ഏത് ഉള്ളതാണ് അതനുസരിച്ച് അങ്ങ് ഇടാവേ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് ഇതിനൊക്കെ ടേസ്റ്റ് കൂട്ടാനും ഇച്ചിരിയായിട്ട് ഒരു ശകല ഉപ്പ്. നമുക്ക് ഇതാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, ഇത് അരിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് ഇളക്കി വെക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നല്ലോണം എല്ലായിടത്തും എത്തത്തക്ക വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല ഒന്ന് എടുക്കാവേ. അതുപോലെ പിരിയൻ മുളകാണ് എടുക്കുന്നത്. പിരിയൻ മുളക് എടുക്കണം. ഇതുപോലത്തെ 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. ഒരു 6 ഉള്ളി, ചുമന്നുള്ളി, 6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി. പിരിയമുളക് 5 എണ്ണം ഇട്ടു. 5-6 വെളുത്തുള്ളി, 5-6 ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയാണ് ഞാൻ ഇട്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകം. ഇത് അരയാണ്. അപ്പോൾ ഇതിന് 2 എണ്ണം ഇടാം. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകമാണ്. 2 ഏലയ്ക്ക, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട. ഇതുപോലെ പൊടിയാണെങ്കിൽ അത് ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള തേങ്ങ ഇടണം. വീട്ടിലെ ചിരണ്ടിയാണെങ്കിലും മതി. ഇപ്പം ഞാൻ ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ് ഇടുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണ്, 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തുകൊണ്ട് വന്നാൽ മതി. ഇത് നമുക്ക് ഈ അളവിന് നമ്മൾ 1.5-1.25 കപ്പ് പൊടിക്കുള്ള അളവിനുള്ള മസാലയാണ്. ഇത് ഒത്തിരി എരിവ് കൂടുതലില്ല, കറക്റ്റായിട്ടുള്ള അളവാണ് ഇത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മൈദയുടെ അനുസരിച്ച് നമുക്കിത് വീട്ടിലൊക്കെ ഉണ്ടാക്കാം. മസാല ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ, വീടുകളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ 100 ഗ്രാമിൻ്റെ കിട്ടും. 100ൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതല്ല, റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. കണ്ടോ, ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനം എടുക്കല്ലേ കേട്ടോ. ഇത് മുട്ട വേണം, ഇതെല്ലാം വേണ്ടതാണ്. അപ്പം ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ചത് ഉപയോഗിക്കല്ലേ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര, വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഇതാണ് ഇതുപോലെ നല്ലോണം പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. അതെ, ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട ഒഴിക്കണം. ഫ്രിഡ്ജിൽ വെച്ചത് ഉപയോഗിക്കല്ലേ. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വാനില എസൻസ് കൂടെ ഒഴിക്കണം. വാനിലയുടെ ഈ പൊടി കിട്ടും, അതുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ മൈദയുടെ കൂടെ ഉള്ള മിക്സി ചേർക്കണേ. 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ബീറ്ററുള്ളവർക്ക് ബീറ്റർ എടുക്കാവേ. ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ മുട്ടയും വാനില എസൻസും എല്ലാം നല്ലോണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മസാല ക്രഷ് ചെയ്തുകൊണ്ട് വന്നത് ഇതിലേക്ക് ഇടാം. മസാലയും ബട്ടറും മുട്ടയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഇനി ഞാനൊരു ശകലം ഒരു 5-6 കശുവണ്ടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇടുന്നുണ്ട് ഇതിനൊക്കെ. ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇടണേ. ഇപ്പം പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടാണ് കുഴച്ചെടുക്കേണ്ടത്. പൊടി ഇട്ടില്ല, മൊത്തം ഞാൻ ഒരു പ്രാവശ്യം തുടങ്ങി ബാക്കിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്ക് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കും. ഇപ്പം അരിച്ചു വെച്ചത് 1.5 കപ്പ്. ഇനി ഇപ്പോൾ ഒരു 1/4 കപ്പ് കൂടെ ചേർക്കേണ്ടി വരുവേ. നമുക്ക് കുഴച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഇതനുസരിച്ച് വേണം.
അപ്പോൾ എക്സ്ട്രാ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഉണ്ടോ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവം വരുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ മതി. ചേർത്തിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടുന്നൊരു ചപ്പാത്തി പരുവ നമ്മൾ ഉണ്ടാക്കുന്ന പരുവമാണ് പൊടി വേണ്ടത്. അപ്പോൾ ഞാനിപ്പം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പിൻ്റെ പകുതി ആദ്യം ഇട്ട് നോക്കാം. നമുക്ക് മൊത്തം ഇട്ടിട്ടില്ല, നമുക്കൊന്ന് കുഴച്ച് നോക്കാവേ. 1/4 കപ്പ് ഇട്ടിട്ടുണ്ട്, മൊത്തം ഇട്ട് കേട്ടോ. 1/4 കപ്പ് 1/4 കപ്പിൻ്റെ പകുതി ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പിന്നെ ഒട്ടുന്നായിരുന്നു. അപ്പം 1.25 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് മൊത്തം. ആദ്യം 1.5 ഇട്ടു, നമ്മൾ ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ ഒക്കെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഇപ്പം 1/4 കപ്പ് ഇട്ടു ഉണ്ടോ. അപ്പോൾ 1.25 കപ്പ് ഇതിട്ടിട്ടുണ്ട്. ഇത് ഇപ്പം കയ്യിലൊന്നും ഒട്ടുന്നില്ല ഉണ്ടോ. അപ്പം നമ്മുടെ ബട്ടറിൻ്റെ ഇതാണ് ഇത്. എള്ളെല്ലാം ഇട്ട് എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മസാല ബിസ്ക്കറ്റ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. എനിക്കിത് അടുപ്പയിൽ വെക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങ് വെച്ചാൽ മതി. അപ്പം ഞാനിത് ഓവനിനകത്താണ് വെക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ഈ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാവേ. 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഒന്ന് കുറച്ചെടുത്ത് ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടുന്നത്, ചെറുതായിട്ട് മേടിക്കാൻ കിട്ടുന്ന പോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒന്ന് വെച്ച് അതേ ഇതാക്കാം. കണ്ടോ, നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാവേ. ഇപ്പോൾ 15 എണ്ണം ഉണ്ട് കേട്ടോ. ഇത്രയും പൊടിയുണ്ട് എടുത്തത്. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രെയിലേക്ക് ഓവൻ ഇപ്പം ഫ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രെയിലാണ് വെക്കുന്നത്. നമുക്ക് ഇതേപോലെ ഈ ഓവൻ ഇല്ലാത്തതൊന്നും വിഷമിക്കേണ്ട. നമ്മുടെ ഇതുപോലെ ഓവൻ സെറ്റപ്പില്ലേ, ഒരു അലൂമിനിയം പാത്രം എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഒരു ട്രിങ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു അലൂമിനിയം പാത്രത്തിൻ്റെ തട്ടയിൽ ഇങ്ങനെ കുറേശ്ശെ വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പം ഞാൻ ഇതുപോലെ ഒരു ട്രെയിലോട്ടാണ് വെക്കുന്നത്. നമ്മൾ അവിടുന്ന് എടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വേണം കേട്ടോ വെച്ചൊക്കെ. നമുക്ക് ഈ കുക്കീസൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ, നമുക്കറിയാമല്ലോ ഓരോന്നിൻ്റെ ഒക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഇതാണ്. ഇതിന് മുമ്പ് ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു. എണ്ണയിൽ ഇങ്ങനെ വറുത്ത് വരും. നല്ല ഇതാണ് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് തന്നു. അപ്പം അതുപോലെ എല്ലാ വീഡിയോയും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇച്ചിരി നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടേക്കുവാണ്. ഇത് ഇച്ചിരിയും കൂടെ വലുതാവും. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു അകലം ഇട്ടിട്ട് വേണം ഇത് വെക്കാനെന്ന് കേട്ടോ. ബണ്ണാണേലും അങ്ങനെയാണ് നമ്മൾ ഓവനകത്ത് വെക്കുന്നത്. ഏത് ഇത് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ വെക്കണം. ഞാൻ ട്രേക്കകത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട അടിച്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇതിൻ്റെ മേളിലൊന്ന് ബ്രഷ് ചെയ്യാം. അപ്പം എല്ലായിടം ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് കിടക്കുവാണ്. വെക്കാവേ. വെച്ചിട്ടുണ്ട്. 170 തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ് അല്ലെ 45 മിനിറ്റ് ആണ്. 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കണം. മുരിഞ്ഞ് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ കൂടുതൽ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ 45 ഇട്ടേക്കുന്നത്. ഞാൻ ആവി വരട്ടെ. ഇപ്പം എല്ലാം നല്ലോണം പൊങ്ങി ഉണ്ട് സമയം കേട്ടോ. ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നോക്കണം കേട്ടോ. ഒന്ന് കുത്തി നോക്കണം എന്തോന്ന്. ആദ്യമേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴാണ് അത് മുരുമുരാന്നാകുന്നത്. ഇപ്പം കറക്റ്റ് സമയമായിട്ടുണ്ട്. നമുക്കിത് എടുക്കാവേ. ഇങ്ങോട്ട് തുണി കൂട്ടി പിടിച്ചെടുക്കണം കേട്ടോ. നല്ല കഴുത്ത് കിടക്കുക. നമ്മളിങ്ങനെ കുത്തിയൊന്ന് നോക്കണം ഇടയ്ക്ക് കേട്ടോ. ഒന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മുറിച്ച് ഇച്ചിരിയും കൂടെ കഴിയുമ്പോഴാണ് മുറിച്ച് കാണിക്കുന്നത് കേട്ടോ. നല്ല മണമാണ് നമ്മുടെ വീടിനകത്തൊക്കെ. എല്ലാം ഇങ്ങനെ വിട്ട് വരുവേ. നമുക്ക് ആറിയ ശേഷം ഞാൻ കാണിക്കാവേ. മസാല ബിസ്ക്കറ്റ് എല്ലാം ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നും വെച്ചിട്ടില്ല. ട്രേക്കകത്തുനിന്ന് എടുത്ത് ഞാൻ പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആറിയ ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ഇതായിട്ടിരിക്കുവാണ്. കണ്ടോ, നോക്കിക്കേ. നല്ല പുറകുവശമൊക്കെ നല്ല ഇതായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.